ഹായ്, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പയ്യന്മാരെല്ലാം കൂടെ കൂടി രാവിലെ തണുപ്പത്ത് ചുരമെല്ലാം കയറി വയനാട് പോകാനുള്ളൊരു മൂടാണ്. എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ കുറുമ്പാലക്കോട്ട വ്യൂ പോയിന്റ് ആണ്. അതുവരെ നമ്മൾ വിക്ടറിന്റെ പോക്കറ്റ് റോക്കറ്റിലാണല്ലോ വന്നത്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് നല്ല ഓഫ് റോഡ് ആയതുകൊണ്ട് നമ്മളൊരു ജീപ്പ് വാടകയ്ക്ക് എടുത്തായിരുന്നു. ഈ കുറുമ്പാലക്കോട്ടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് കിടിലൻ ക്ലൗഡ് ബെഡ് ഒക്കെ കിട്ടും. പക്ഷെ ഇന്ന് നമുക്ക് നല്ലൊരു സൺറൈസ് ആണ് കിട്ടിയത്. എന്റെ കേരളം എന്ന് സുന്ദരമല്ലേ അല്ലേ? നമ്മൾ അവിടെ നോക്കിയപ്പോൾ മലേന്റെ ഒക്കെ മുകളിലൊരു ചായക്കട, പിന്നെ ഒന്നും നോക്കില്ല, ഓരോ ചായയും ബ്രെഡ് ഓംലെറ്റും പറഞ്ഞു. ആഹാ, അടിപൊളി. ഈ ഉരുൾപൊട്ടലിനൊക്കെ ശേഷം ഇങ്ങനെ ചായ വിൽക്കുന്നതും ജീപ്പ് ഓടിക്കുന്ന ചേട്ടന്മാർക്കൊക്കെ ഒരു അടിയായിരുന്നല്ലോ. നമ്മളൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവർക്കൊരു സപ്പോർട്ട് ആവുമല്ലോ. അവിടുന്ന് നമ്മൾ നേരെ കാരപ്പുഴ അഡ്വഞ്ചർ സോണിലേക്ക് പോയേ. ഫുൾ ത്രിൽഡ് ആയിട്ട് എല്ലാവരും ഇരിക്കുന്ന കാര്യം, ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ ഉണ്ട്. ഈ കാരപ്പുഴ ഡാമിന് പാരലായിട്ട് നമ്മൾ ആകാശത്തൂടെ ഒരു പോക്കുണ്ട്. എൻ്റെ പൊന്നോ, അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു. കഴിഞ്ഞില്ല, അടുത്ത ഞങ്ങൾ കയറിയത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജെയിൻ സ്വിങ്ങിലായിരുന്നു. ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു ഫ്രീ ഫോളാ. ഏത് കഠിന ഹൃദയനും അയ്യോ എന്നൊന്ന് വെച്ചോ. ഈ വയനാട്ടിലൊക്കെ സൈറ്റ് സീ മാത്രമുള്ളടേ, വേറൊന്നും ഇല്ലടേ എന്ന് പറയുന്ന ഇങ്ങോട്ടൊരു ചങ്കില്ലേ, അവൻ ഈ വീഡിയോ ഇപ്പം തന്നെ അയച്ചു കൊടുത്തേക്കെ. നമ്മൾ പിന്നെ അവിടെയുള്ള എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ. ഈ സ്പേസ് ടവറും ട്വിസ്റ്ററും ഫ്ലൈങ് ചെയറും VR ഒക്കെ അടിപൊളിയായിരുന്നു. കണ്ടില്ലേ എന്നെ കറക്കെടുക്കുന്നത്? എന്നെ കിളി അങ്ങ് പോയി. ഈ കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കുഞ്ഞു ഭാവനെ കണ്ട് ഒത്തിരി സന്തോഷമായി. അപ്പോൾ നമ്മുടെ അടുത്ത ട്രിപ്പ് വയനാടാണ്. സെറ്റല്ലേ? എല്ലാം കഴിഞ്ഞ് നമ്മളൊരു വയനാട് സ്പെഷ്യൽ പോത്തുംകാലം കഴിച്ചിട്ട് തിരിച്ച് റിട്ടേൺ വന്നേ. അപ്പോൾ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.